ചാക്കോ കാളാമ്പറമ്പിൽ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് എന്തിന് എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. നോക്കൂ, നമുക്കറിയാം നേരത്തെയും ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില വിഷയാധിഷ്ഠിതമായ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കിയതിനപ്പുറം ഒരു വേരോട്ടം കേരള മണ്ണിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല സമുദായ സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക്. അപ്പോൾ അത്തരമൊരു നീക്കം അത് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന ഒരു ചോദ്യം പ്രധാനമാണല്ലോ. ഇപ്പോൾ അത് പറഞ്ഞ് ഇപ്പോഴുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ വോട്ട് ബാങ്കായി നിന്ന് തരത്തില്ല, നിങ്ങൾക്ക് തീരെഴുതിയതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മർദ്ദം ചെലുത്തുക, അതിലൂടെ നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ലക്ഷ്യം ഇതിന് ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾക്കുണ്ടോ? ഈ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന മറുപടി പറയുന്ന റെജി ലൂക്കോസ് സഹോദരനോടും അദ്ദേഹത്തെ ഒരു കാര്യം പറയാനുണ്ട്. ഈ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വക്താവ് ഞാൻ സംസാരിക്കുമ്പോ താങ്കൾക്ക് സമയം അനുവദിക്കും. ഞാൻ സംസാരിക്കാൻ അനുവദിക്കുക, ആങ്കർ ശ്രദ്ധിക്കുക. നമുക്ക് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകേണ്ട, അദ്ദേഹം പറയട്ടെ. ശ്രീ റെജി ലൂക്കോസ്, സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവായി എന്നെ നിയമിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയല്ല, മറിച്ച് ഇവിടുത്തെ സീറോ മലബാർ സഭയുടെ കത്തോലിക്കാരുടെ വ്യക്തമായിട്ടൊരു പുരോഗതിനുണ്ട്. താങ്കളുടെ വിജ്ഞാനം എന്ന് പറയുന്നത് ശരി ശരി, വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകണ്ട. ശ്രീ റെജി ലൂക്കോസ്, ദയവായി താങ്കൾ നടങ്ങൂ. ശ്രീ ചാക്കോ പറഞ്ഞോളൂ. താങ്കളൊന്ന് നിശബ്ദനാകൂ, സംസാരിക്കാൻ അനുവദിക്കൂ. ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹം ഔദ്യോഗിക വക്താവാണ്, അദ്ദേഹം അതിനെ പ്രതിനിധീകരിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ആ പ്രസക്തിയുമുണ്ട്. താങ്കൾ ദയവായി ക്ഷമിക്കൂ, അദ്ദേഹം പറയട്ടെ. ഒരു പ്രസക്തിയില്ല. പ്രസ്ഥാനത്തിന്റെ മുഖമുദ്രയാണോ ഇത്, ഈ അസഹിഷ്ണുത എന്ന് പറയുന്നത്? കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വക്താവാണ് ചർച്ചക്കകത്ത് ഞാൻ പറഞ്ഞ മുഴുവൻ കൃത്യകാര്യങ്ങളല്ലേ. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ അദ്ദേഹത്തെ പറയാൻ അനുവദിക്കണം. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാൻ അനുവദിക്കൂ. ദയവായി സമയം കളയണ്ട. ഒരു ചർച്ച ആരോഗ്യപരമായി കൊണ്ടുപോകുന്നതിൽ എന്ത് തന്റെ ഇടമുണ്ട് താങ്കൾക്ക് ഇത്തരത്തിൽ സംസാരിക്കാനായിട്ട്? ശ്രീ ചാക്കോ, ഇനി വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകണ്ട. താങ്കളുടെ ഞാൻ ചോദിച്ച ചോദ്യത്തിനും താങ്കൾ മറ്റു പാനലിസ്റ്റുകൾക്ക് നൽകാനുള്ള മറുപടിയും പറഞ്ഞോളൂ. ശ്രീ ചാക്കോ, താങ്കൾ മറുപടി പറഞ്ഞോളൂ. ഇനി വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകണ്ട പ്ലീസ്. ശരിയാകുക സംസാരിക്കാൻ അനുവദിക്കുക. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഓക്കെ, ഞാനിവിടെ പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കാൻ പറ്റില്ല, അതൊന്നും വിജയിക്കില്ല എന്നുള്ള വാദഗതികളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ നാട്ടിൽ സംഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച്, ഈ നാട്ടിലെ ക്രൈസ്തവരോട് കാണിക്കുന്ന അവഗണനയെ കുറിച്ച്, അവരോട് കാണിക്കുന്ന അനീതിയെ കുറിച്ച് ഇദ്ദേഹം സംസാരിക്കാതെ ഇയാള് ഘോരഘോരം പ്രസംഗിക്കുന്നത് മതനാട്ടിലെ കാര്യങ്ങളാണ്. ആദ്യം ഇവിടെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഞങ്ങളെ പ്രതിനിധിച്ചൊന്നും സംസാരിക്കാൻ പറയണ്ട, അതൊന്നും ഭവിച്ചു വരത്തില്ല, അതൊക്കെ പോക്കറ്റിലിടെ. ശരി, ശ്രീ ചാക്കോ കാളാമ്പറമ്പിൽ ദയവായി വ്യക്തിപരമായോ വ്യക്തി അധിക്ഷേപത്തിലേക്കോ നീങ്ങുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വേണ്ട. ഞാൻ ക്ഷണിച്ചു വരുത്തിയ പാനലിസ്റ്റുകളാണ് എല്ലാവരും. പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ശ്രീ ചാക്കോ പറഞ്ഞോളൂ, പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ. ശ്രീ റെജി ലൂക്കോസ്, പറഞ്ഞു പൂർത്തിയാക്കാൻ അദ്ദേഹത്തെ താങ്കളൊന്ന് നിശബ്ദനാക്കൂ. താങ്കൾ സംസ്കാരശൂന്യമായ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കണം, മാന്യമായിട്ട് സംസാരിക്കൂ. അപ്പൊ അച്ചാരം പഠിച്ചോണ്ട് ചാനലിൽ ഇരുന്നുകൊണ്ട് ഇയാളെന്നൊക്കെ വിളിക്കാൻ മറുപടി പറഞ്ഞിരിക്കുന്നു. മലയാള ഭാഷയെ കുറിച്ച് മിനിമം പരിജ്ഞാനമെങ്കിലും നമ്മുടെ സമയം പോകുന്നു. രണ്ടുപേരും സഹകരിക്കുക. ശരി, ശ്രീ ചാക്കോ പറഞ്ഞോളൂ. സംസാരിക്കാം.